അപ്പോൾ നമ്മുടെ ഓൺലൈൻ രീതിയിലുള്ള ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയുടെ ക്ലാസ്സാണ്. കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് അറിയാം. ഇതാണ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. ഈ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം അന്ന് ക്ലാസ്സിൽ എടുത്തതായിരുന്നു. എന്നാലും ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ടെക്സ്റ്റ് എടുക്കാൻ നേരം ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് എടുത്ത് വെച്ചേക്കുക, കൂടുതൽ ബുക്കും എടുത്തേക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. അപ്പം ആദ്യം കൊടുത്തേക്കുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെയാണ്? മെൽറ്റിംഗ് ഓഫ് ഐസ്, കേർഡിംഗ് ഓഫ് മിൽക്ക്, റോസ്റ്റിംഗ് ഓഫ് അയൺ. ഈ രീതി വരുന്ന കുറച്ച് എക്സാമ്പിളുകളാണ് ആദ്യമായിട്ട് കൊടുത്തേക്കുന്നത്. ആ എക്സാമ്പിളുകളെ രണ്ടായിട്ട് തരംതിരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് തരംതിരിക്കേണ്ടത്? ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കാനുള്ള പോർഷനാണ് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. അതിനെപ്പറ്റി നോക്കാം. ഫിസിക്കൽ ചേഞ്ചിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അന്നേരം അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ? അപ്പോൾ ഇനി ബുക്ക് എടുത്തിട്ട് ഫിസിക്കൽ ചേഞ്ച് എന്ന് ഹെഡിങ് കൊടുക്കാം. അന്നേരം ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് നോക്കിയാൽ ഒരു സബ്സ്റ്റൻസിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിന് മാത്രം മാറ്റം വരുന്നു. അതായത് അതിന്റെ കെമിക്കൽ കോമ്പോസിഷന് മാറ്റമൊന്നും വരുന്നില്ല. ഈ രീതിയിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിൾ ആണ് മെൽറ്റിംഗ് ഓഫ് ഐസ്. അപ്പോൾ നോക്കിയാൽ ഐസ് ആയാലും വാട്ടർ ആയാലും, അപ്പം ഐസ് മെൽറ്റ് ആയിട്ട് നമ്മൾ വാട്ടർ കിട്ടുന്നു. ഇപ്പം ഐസ് ആയാലും വാട്ടർ ആയാലും അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണ്? H2O എന്നാണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. ഇനി അത് ആ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് നമുക്കൊരു വേപ്പർ സ്റ്റേജിലോട്ട് പോയാലും അതിന്റെ കോമ്പോസിഷനും എന്താണ്? H2O ആണ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചിൽ ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, അതിന്റെ കെമിക്കൽ കോമ്പോസിഷന് മാറ്റം വരുന്നില്ല. അത് ഏത് രീതിയിലാണെങ്കിലും അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് ഫിസിക്കൽ ചേഞ്ചിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നും പഠിക്കണ്ട. നമ്മൾ എന്താണ് പഠിക്കാനുള്ളത്? റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ നമ്മൾ റിയാക്ഷൻസിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. റിയാക്ഷൻസിനെ പറ്റി പഠിക്കണമെങ്കിൽ നമ്മൾ കെമിക്കൽ ചേഞ്ചുകളെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ കെമിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതാം റസ്റ്റിംഗ് ഓഫ് അയൺ. അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്നു. അയൺ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് എയറിന്റെ പ്രസൻസിൽ ഒരു റസ്റ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് അവിടുത്തെ പ്രോസസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഇരുമ്പും കണ്ടിട്ടുണ്ട്, തുരുമ്പെടുത്തിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നേരത്തെ പഠിച്ച ഫിസിക്കൽ ചേഞ്ചിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? അയൺ എന്ന് പറയുമ്പോൾ അതിൽ Fe അയൺ മാത്രമേ ഉള്ളൂ. പക്ഷെ തുരുമ്പെന്ന് പറയുമ്പോഴോ അയൺ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് അയൺ ഓക്സൈഡ് ആയിട്ട് മാറി. അപ്പോൾ നേരത്തെ അതിന്റെ കോമ്പോസിഷൻ Fe ആയിരുന്നെങ്കിൽ നമുക്ക് ഇപ്പം കിട്ടിയത് എന്താണ്? Fe2O3 എന്നാണ്. അതായത് കെമിക്കൽ ചേഞ്ച് സംഭവിച്ചപ്പോൾ ഒരു സബ്സ്റ്റൻസ് മറ്റൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ അയൺ എന്തായിട്ട് മാറി? അയൺ ഓക്സൈഡ് ആയിട്ട് മാറി. പക്ഷെ അയണും അയൺ ഓക്സൈഡും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതായത് ഒരിക്കലും നമുക്ക് ഒരു ഫിസിക്കൽ മെത്തേഡ് വെച്ച് അയൺ ഓക്സൈഡിനെ നമുക്ക് തിരിച്ചെന്താക്കാൻ പറ്റില്ല? അയൺ ആക്കാൻ പറ്റില്ല. എന്താണ് ഫിസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതിന്റെ ടെമ്പറേച്ചർ മാറ്റിയോ, പ്രഷർ മാറ്റിയോ, അതിൽ സെൻട്രിഫ്യൂഗേഷൻ നടത്തിയോ, അല്ലെങ്കിൽ മാഗ്നറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യോ, അതല്ലെങ്കിൽ ഇവാപറേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകൾ, അങ്ങനെയുള്ള പ്രോസസ്സുകളാണ് നമ്മൾ ഫിസിക്കൽ പ്രോസസ്സുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഫിസിക്കലി ഉള്ള ഒരു പ്രോസസ്സ് വഴി നമുക്ക് തിരിച്ചെന്താക്കി മാറ്റാൻ പറ്റില്ല? നമ്മുടെ അയൺ ഓക്സൈഡിനെ അയണാക്കി മാറ്റാൻ പറ്റില്ല. ഇതാണ് കെമിക്കൽ ചേഞ്ചിന്റെ കൃത്യമായിട്ടുള്ള ഒരു മനസ്സിലാക്കേണ്ട കാര്യം. അതായത് കെമിക്കൽ ചേഞ്ച് എപ്പോഴും ഒരു പെർമനന്റ് ചേഞ്ച് ആണ്. അതിനെ തിരിച്ച്, അതായത് അയൺ ഓക്സൈഡിനെ അയണാക്കി മാറ്റണമെങ്കിൽ നമുക്ക് കെമിക്കൽ മെത്തേഡുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതായത് വല്ല റിഡക്ഷനോ ആ രീതിയിലൊക്കെയുള്ള വേറെ എന്തെങ്കിലും മെത്തേഡുകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ചേഞ്ച്, ഇപ്പം മെൽറ്റിംഗ് ഓഫ് ഐസും നമ്മുടെ ഇപ്പം റോസ്റ്റിംഗ് ഓഫ് അയണും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. മെൽറ്റിംഗ് ഓഫ് ഐസിനകത്ത് നമ്മൾ ജസ്റ്റ് ടെമ്പറേച്ചർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അത് ഐസ് ആവുകയോ അല്ലെങ്കിൽ വേപ്പർ ആവുകയോ അല്ലെങ്കിൽ വാട്ടർ ആവുകയോ ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മുടെ ഈ മെൽറ്റിംഗ് ഓഫ് ഐസ് കഴിഞ്ഞ് നമ്മുടെ റസ്റ്റിംഗ് ഓഫ് അയൺ നോക്കിയാലോ, അതിനെ നമുക്ക് റസ്റ്റിനെ തിരിച്ച് അയൺ ആക്കണമെങ്കിൽ നമ്മൾ കെമിക്കലി എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചേ പറ്റൂ. സിമ്പിളായിട്ട് നമുക്ക് തിരിച്ച് അതിനെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി എന്താണ്? അപ്പം ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. ഫിസിക്കൽ ചേഞ്ചും കഴിഞ്ഞു, കെമിക്കൽ ചേഞ്ചും കഴിഞ്ഞു. ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ പറഞ്ഞു, കെമിക്കൽ ചേഞ്ചിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമുക്കറിയാവുന്ന വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഏതാണ്? കേർഡിംഗ് ഓഫ് മിൽക്ക്. നമ്മൾ പാല് തൈരാകുന്നു. അതും ഒരു കെമിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആണ്. ഡൈജഷൻ ഓഫ് ഫുഡ്. നമ്മൾ ആഹാരം കഴിക്കുന്നത് ഡൈജസ്റ്റ് ആവുന്നു. ഇതൊക്കെ നമ്മുടെ കെമിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ ഒരിക്കലും നമുക്ക് ആ ഡൈജസ്റ്റ് ആയ ഫുഡിനെയോ അതല്ലെങ്കിൽ തൈരിനെയോ നമുക്ക് തിരിച്ച് ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഇനീഷ്യൽ സബ്സ്റ്റൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അഥവാ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? കെമിക്കലി ഒരു മെത്തേഡ് ഉപയോഗിച്ചാലേ കൊണ്ടുവരാൻ പറ്റൂ. ചില സമയത്ത് കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ചാലും ആ ഒരു സബ്സ്റ്റൻസിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇതാണ് കെമിക്കൽ ചേഞ്ചിന്റെ പ്രത്യേകത.
ഓക്കെ, ഇനി എന്താണ് ഒരു റിയാക്ഷൻ? ഇങ്ങനെ കെമിക്കൽ ചേഞ്ച് നടക്കണമെങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് നടക്കണം, അല്ലാതെ വെറുതെ നടക്കത്തില്ലല്ലോ. ഇപ്പൊ അയൺ എടുത്ത് അറ്റ്മോസ്ഫിയറിൽ കൊണ്ട് റിയാക്ഷൻ നടത്തിയാൽ മാത്രമേ അത് തുരുമ്പാകത്തുള്ളൂ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്, അതായത് കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കെമിക്കൽ ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ഒരു പ്രോസസ്സ് നടക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കൂ. അത് മനസ്സിലാക്കി വെച്ചു. ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണം. ഓക്കെ ആണല്ലോ. ഇനി ടെക്സ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ 3 പരീക്ഷണങ്ങൾ, എക്സ്പെരിമെന്റ് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ എക്സ്പെരിമെന്റ് എന്താണ്? മഗ്നീഷ്യം റിബണിനെ ബേൺ ചെയ്യുന്നതാണ് എക്സ്പെരിമെന്റ്. അത് നമ്മളെ ട്യൂഷൻ സെന്ററിലായാലും സ്കൂളിലായാലും ഒക്കെ കാണിച്ചു തരുന്നതാണ്. നമ്മൾ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യിച്ച് കാണിച്ചു തരുന്നതാണ്. പരീക്ഷണമായതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചേക്കണം. കാരണം അവിടെ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ക്ലാസ്സിൽ ടീച്ചർ വരുന്നു, ടീച്ചറിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു മഗ്നീഷ്യം റിബൺ ഉണ്ട്. ആ മഗ്നീഷ്യം റിബൺ കൊണ്ട് ടീച്ചർ നിങ്ങളെല്ലാം കാണിക്കുന്നത് ആ മഗ്നീഷ്യം റിബൺ ഇതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നു. മഗ്നീഷ്യം എന്ന് വെച്ചാൽ മെറ്റലാണ്. മെറ്റലിൽ നല്ല തിളക്കം കാണണം എന്നൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിയ മഗ്നീഷ്യം റിബണിന് തിളക്കമില്ല, അത് മങ്ങിയിരിക്കുവാണ്. മനസ്സിലാവുന്നുണ്ടേ? അത് കൃത്യമായിട്ട് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു, ടീച്ചറിന്റെ ഈ മഗ്നീഷ്യം റിബൺ ഉണ്ട്, ഒരു വള്ളി പോലുള്ള ഒരു സാധനമാണ്. അതെടുത്ത് നിങ്ങളെ കാണിച്ചപ്പം നിങ്ങൾ തിളക്കമൊന്നും കാണുന്നില്ല. അന്നേ ടീച്ചർ നമ്മൾ എന്ത് ചെയ്യണം? മഗ്നീഷ്യം മെറ്റലാണല്ലോ, തിളക്കം വരണമെങ്കിൽ നമ്മൾ അതിനെ നല്ലതായിട്ട് ഉരയ്ക്കണം. ഉരയ്ക്കുക എന്ന് വെച്ചാൽ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നല്ലതായിട്ട് അതിനെ ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തിളക്കം കിട്ടും. അങ്ങനെ ടീച്ചർ എന്ത് ചെയ്തു? ടീച്ചർ ഒരു സാൻഡ് പേപ്പറും കൊണ്ടായിരുന്നു വന്നത്. ടീച്ചർ ആ മഗ്നീഷ്യം റിബൺ നല്ലതായിട്ട് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് നല്ല തിളക്കമാക്കി. തിളക്കമാക്കി കഴിഞ്ഞിട്ടാണ് മഗ്നീഷ്യം റിബൺ നമ്മൾ കത്തിക്കുന്നത്. ഒരു സ്പിരിറ്റ് ലാമ്പ് എടുത്തു. നമ്മൾ നോർമലി നമ്മൾ മെഴുകുതിരി വെച്ചൊക്കെ കത്തിക്കാം, എന്നാലും സ്പിരിറ്റ് ലാമ്പ് വെച്ചു. ടീച്ചർ അത് കത്തിച്ചു. കത്തുമ്പോൾ എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടൊരു ലൈറ്റാണ് കാണുന്നത്. നല്ല നമ്മളിൽ വെൽഡ് ചെയ്യാൻ നേരത്തൊക്കെ എങ്ങനെയാണോ അതേപോലെ അല്ല, നല്ല ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ലൈറ്റോട് കൂടി അത് കത്തുന്നു. ആ ഒരു ലൈറ്റിന്റെ പേരും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഡാസിലിംഗ് വൈറ്റ് ലൈറ്റ് എന്നാണ് ആ ഒരു ലൈറ്റിന്റെ കളറിനെ പറയുന്നത്. ഡാസിലിംഗ് വൈറ്റ് ലൈറ്റ്. അന്നേരം മഗ്നീഷ്യം റിബൺ കത്തി. എങ്ങനെ കത്തി? ഒരു ഡാസിലിംഗ് വൈറ്റ് ലൈറ്റിന്റെ ആ ഒരു കളറിൽ നല്ല ഇന്റൻസീവായിട്ട് കത്തി. കത്തിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു പൊടി അവിടെ ഉണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അല്ല, അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ടീച്ചർ വന്നു, അത് ഉരച്ചു, അത് കത്തിച്ചു. കത്തിച്ചപ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ട് കത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പൊടിയുണ്ടായി. ഇത്രയാണ് മഗ്നീഷ്യം റിബണിന്റെ എക്സ്പെരിമെന്റ്. ഇത് നോക്കാം. മഗ്നീഷ്യം കത്തി എന്നാണ് പറയുന്നത്. നമ്മൾ കത്തണമെങ്കിൽ അവിടെ ആരുമായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്? ഓക്സിജനുമായിട്ടാണ് റിയാക്ഷൻ നടക്കേണ്ടത്. അതായത് കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ എന്ന് നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, GK ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മഗ്നീഷ്യം കത്തിയപ്പോൾ മഗ്നീഷ്യം യഥാർത്ഥത്തിൽ അത് ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്തി. മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്തിയപ്പോൾ കിട്ടിയ പൊടി എന്താണ്? മഗ്നീഷ്യത്തിന്റെ ഓക്സൈഡാണ്. അതായത് മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്തി മഗ്നീഷ്യത്തിന്റെ ഓക്സൈഡ് അവിടെ ഫോം ചെയ്തു. ഇതാണ് അവിടെ നടന്ന റിയാക്ഷൻ. മനസ്സിലായോ? അന്നേരം ബുക്കിനകത്തോട് താഴോട്ട് എഴുതാം. ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റിനകത്ത് നോക്കുക, ടെക്സ്റ്റ് ഉള്ളവരും ഇല്ലാത്തൊരു ബുക്കിനകത്ത് എഴുതണം. ഓക്കെ, മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മഗ്നീഷ്യം ഓക്സൈഡ്. ഇതാണ് അവിടെ നടന്ന ചേഞ്ച്. ഞാൻ നോക്കിയപ്പോൾ ആദ്യം മഗ്നീഷ്യമാണ്, പിന്നെ അത് മഗ്നീഷ്യത്തിന്റെ ഓക്സൈഡായിട്ട് മാറി. നമ്മൾ ഇക്വേഷനോട് എഴുതി നോക്കാം. Mg പ്ലസ് O2 ഗീവ്സ് MgO. ബാലൻസ് ചെയ്യുന്നെങ്കിൽ 2Mg പ്ലസ് O2 ഗീവ്സ് 2MgO എന്നാണ് അത് ബാലൻസ് ചെയ്യുന്നത്. ആദ്യം Mg ആയിരുന്നു, പക്ഷെ നമുക്ക് ഇപ്പം കിട്ടിയ എന്താണ്? MgO ആണ്. അതുകൊണ്ട് ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? കെമിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആണ്. കെമിക്കൽ ചേഞ്ച് നടക്കണമെങ്കിൽ അവിടെ ഒരു റിയാക്ഷൻ നടത്തി. കത്തിക്കുക എന്ന് പറഞ്ഞ റിയാക്ഷനാണ്. കമ്പഷൻ എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ നടത്തി. അങ്ങനെ കമ്പഷൻ നടത്തിയപ്പോൾ മഗ്നീഷ്യം എന്തായിട്ട് മാറി? മഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറി. ഇതാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്ന ഒരു എക്സ്പെരിമെന്റ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും ഈ ഒരു സെഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നല്ലതായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്തിനു വേണ്ടിയാണ് മഗ്നീഷ്യം റിബൺ ഉരച്ചത്, അതല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഇട്ട് സാൻഡ് ചെയ്തത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ആ മഗ്നീഷ്യം റിബണിന്റെ സർഫസിൽ മൊത്തം ഇമ്പ്യൂരിറ്റീസ് ഇരിക്കുമായിരുന്നു. ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് വരച്ചത്. ആദ്യം ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് കത്തത്തില്ല. ആ റീസണാണ് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉരച്ചു. പിന്നെ രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, അത് ഏത്
ഫ്ലെയിമിന്റെ കളർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഡാസിലിംഗ് വൈറ്റ് ലൈറ്റ് ആണ്. ഡാസിലിംഗ് വൈറ്റ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ റിയാക്ഷൻ എഴുതാനാണ്. റിയാക്ഷൻ നമ്മൾ ആൾറെഡി ഇപ്പം ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീസ് മഗ്നീഷ്യം ഓക്സൈഡ്, അല്ലെങ്കിൽ Mg പ്ലസ് O2 ഗീസ് 2MgO എന്ന് പറഞ്ഞ് നമ്മൾ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. എക്സ്പെരിമെന്റ് ആയിട്ട് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ A പാർട്ട് അതല്ലെങ്കിൽ B പാർട്ട് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു റിയാക്ഷനാണ്. ടീച്ചർ മഗ്നീഷ്യം റിബണൊക്കെ കൊണ്ട് മാറ്റി വെച്ചിട്ട് ടീച്ചർ വേറൊരു സാധനം എടുത്തുകൊണ്ട് വരും. കോണിക്കൽ ഫ്ലാസ്ക്. കോണിക്കൽ ഫ്ലാസ്ക് എന്ന് നമുക്ക് അറിയാം. അതിലൊരു ബീക്കർ അതെന്തായാലും എടുത്തുകൊണ്ട് വന്നു. ഒരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിനകത്ത് എന്തായിരിക്കുന്നതെന്ന് നമുക്ക് സ്റ്റുഡൻസിനൊക്കെ കാണാൻ പറ്റും. ഇതാണ് കോണിക്കൽ ഫ്ലാസ്ക് കൊണ്ട് ടീച്ചർ വരുന്നു. കോണിക്കൽ ഫ്ലാസ്കിനകത്ത് എന്തോ കിടപ്പുണ്ട്. എന്താണ്? സൾഫ്യൂരിക് ആസിഡും കൊണ്ടാണ് ടീച്ചർ വരുന്നത്. അത് ടീച്ചർ സൾഫ്യൂരിക് ആസിഡ് എടുത്ത് കോണിക്കൽ ഫ്ലാസ്കിനകത്ത് ഒഴിച്ച് ടീച്ചർ നിങ്ങളെ ക്ലാസ്സിലോട്ട് കൊണ്ടുവരുവാണ്. അന്നേരം ടെക്സ്റ്റിനകത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ആ പടത്തിനകത്ത് എന്താണ് രണ്ടാമത്തെ പരീക്ഷണം ചെയ്യുന്നത്? റിയാക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ബുക്കിനകത്ത് എഴുതാം റിയാക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. അന്നേരം കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുക. കോണിക്കൽ ഫ്ലാസ്കിനകത്തോട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. നമ്മൾ നോക്കുമ്പോൾ വെള്ളം കിടക്കുന്നത് പോലെ ഇങ്ങനെ സൾഫ്യൂരിക് ആസിഡ് കിടക്കും. അതിനകത്തോട്ട് എന്തിനെ ഇടുക? സിങ്കിനെ ഇടുക. സിങ്കിനെ ഇടാൻ നേരം സിങ്കും സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കും. ഏത് റിയാക്ഷൻ നടക്കും? കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതിന്റെ ഫലമായിട്ട് ഞാൻ ഇപ്പം അന്നേരത്തേന് ടീച്ചർ അതിനകത്തോട്ട് സിങ്കിനെ ഇട്ടപ്പോഴത്തേന് നല്ല കുമിളകൾ വരുന്നു. അതിനകത്തുനിന്ന് ആ സിങ്ക് അങ്ങോട്ട് സൾഫ്യൂരിക് ആസിഡിനകത്തോട്ട് ഇട്ടപ്പോഴത്തേന് അതിനകത്തുനിന്ന് കുമിളകൾ വരുവാണ് ചെയ്തത്. അവിടെ ആക്ച്വലി നടന്നത് അവിടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഗ്യാസ് അവിടെ ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് അതിന് ഇക്വേഷൻ ഒന്ന് നമുക്ക് എഴുതി നോക്കാം. എഴുതുക. സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ സിങ്കും സൾഫ്യൂരിക് ആസിഡൂടെ റിയാക്ഷൻ നടത്തിയപ്പോൾ അവിടെ സിങ്ക് സൾഫേറ്റും ഫോം ചെയ്തു, ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്തു. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ കെമിക്കലി ഇങ്ങനെ എഴുതാം. Zn പ്ലസ് H2SO4 ഗീവ്സ് ZnSO4 പ്ലസ് ഹൈഡ്രജൻ H2. Zn പ്ലസ് H2SO4 ഗീവ്സ് ZnSO4 പ്ലസ് H2. ഇനി ആ സൾഫ്യൂരിക് ആസിഡിന്റെ H2 എന്നുള്ളതൊന്ന് വരയ്ക്കുക. മനസ്സിലായോ? H2 എന്നുള്ളതൊന്ന് വരച്ചിട്ട് ആ സിങ്കിനകത്ത് നിന്ന് ഹൈഡ്രജനകത്തോട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തേക്കുക. സിങ്കിൽ നിന്ന് ഹൈഡ്രജനകത്തോട്ട് ഒരു ആരോ മാർക്ക്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ആ സിങ്ക് വന്ന് ഹൈഡ്രജനെ തട്ടിക്കളഞ്ഞിട്ട് അവിടെ കയറി ഇരുന്നപ്പോഴാണ് നമുക്ക് സിങ്ക് സൾഫേറ്റ് കിട്ടിയത്, ZnSO4 കിട്ടിയത്. ആ തട്ടിക്കളഞ്ഞ ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് അവിടെ ലിബറേറ്റ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? സിങ്ക് എടുത്ത് സൾഫ്യൂരിക് ആസിഡ് ഇട്ടപ്പോൾ സൾഫ്യൂരിക് ആസിഡിനകത്തു നിന്നുള്ള ഹൈഡ്രജനെ ആര് തട്ടിക്കളഞ്ഞു? സിങ്ക് വന്ന് തട്ടിക്കളഞ്ഞു. തട്ടിക്കളഞ്ഞപ്പോഴത്തേന് ആ തട്ടിക്കളഞ്ഞ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് അവിടെ ഇവോൾവ് ചെയ്യുകയും ചെയ്തു. കൂടാതെ നമുക്കൊരു പുതിയ പ്രോഡക്റ്റും കിട്ടി. എന്താണ്? സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റും കിട്ടി. ഇതാണ് രണ്ടാമത്തെ റിയാക്ഷൻ. അപ്പോൾ രണ്ട് റിയാക്ഷൻ മനസ്സിലായല്ലോ. മഗ്നീഷ്യം റിബൺ കത്തിക്കുന്നത് മനസ്സിലായി. ഇവിടെ ഇപ്പൊ എന്ത് മനസ്സിലായി? സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ മനസ്സിലായി. സിങ്ക് എടുത്ത് സൾഫ്യൂരിക് ആസിഡ് ഇട്ടപ്പോൾ അവിടുന്ന് കുമിളകൾ വന്നു. ഇതിന്റെ കുമിളകൾ വന്ന ഹൈഡ്രജന്റെ കുമിളകൾ വന്നു. ഹൈഡ്രജൻ എങ്ങനെ ഉണ്ടായെന്ന് നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. സിങ്ക് വന്ന് ആരെ തട്ടിക്കളഞ്ഞു? ഹൈഡ്രജനെ തട്ടിക്കളഞ്ഞു. ആ സ്ഥാനത്ത് വന്നപ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോയ ഹൈഡ്രജനാണ് കുമിളകളായിട്ട് ഇവോൾവ് ചെയ്തത്. ഓക്കെ, ഇനി മൂന്നാമതൊരു റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ വിത്ത് സിൽവർ നൈട്രേറ്റ് ആൻഡ് പൊട്ടാസ്യം അയോഡൈഡ്. ബുക്കിനകത്തോടെ എഴുതാം. റിയാക്ഷൻ വിത്ത് സിൽവർ നൈട്രേറ്റ് ആൻഡ് പൊട്ടാസ്യം അയോഡൈഡ്. അവിടെ വലുതായിട്ടൊന്നുമില്ല. ഒരു ബീക്കർ എടുത്തു, സിൽവർ നൈട്രേറ്റ് ഒഴിച്ചു, പൊട്ടാസ്യം അയോഡൈഡ് ഒഴിച്ചു. അന്നേരം എന്താ കാണുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ടീച്ചർ വന്നു, ടീച്ചറിന്റെ ഒരു ബീക്കർ ഉണ്ട്, ടീച്ചർ കുറച്ച് സിൽവർ നൈട്രേറ്റ് ഒഴിച്ചു, അതിനകത്ത് കുറച്ച് പൊട്ടാസ്യം അയോഡൈഡ് ഒഴിച്ചു. നിങ്ങൾ കാണുന്നത് ഒരു മഞ്ഞ കളർ അവിടെ ഫോം ചെയ്തു. മറ്റ് രണ്ടിനും കളറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് രണ്ടുകൂടെ മിക്സ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഒരു കളർ ഫോം ചെയ്തു. ഇതും ഒരു കെമിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആണ്. അതിന്റെ ഇക്വേഷൻ ഒന്നും ടെക്സ്റ്റിൽ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കുക. അന്നേരം കെമിക്കൽ ചേഞ്ച് സംഭവിച്ചപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഒരു കളർ മാറി. കളർ മാറി എന്ന് വെച്ചാൽ എന്താണ്? അവിടെ പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തു എന്നാണ് മീനിങ്. പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തത് കൊണ്ടാണ് അവിടെ കളർ മാറിയത്. ഈ മൂന്ന് കേസ് നോക്കുക. ഒന്നാമത്തെ കേസ് കത്തിച്ചപ്പോൾ അവിടെ ഒരു എനർജി ഉണ്ടായി, ഒരു ലൈറ്റ് അവിടെ ഫോം ചെയ്തു, ഒരു ലൈറ്റ് എനർജി ഉണ്ടായി, ഒരു ഹീറ്റ് എനർജി ഉണ്ടായി, പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തു.
രണ്ടാമത്തേതിൽ ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്തു. ഏത് ഗ്യാസാണ്? ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്തു. മൂന്നാമത്തേതിലോ പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്ത് ഒരു കളർ ചേഞ്ച് അവിടെ ഉണ്ടായി. അങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് ഒരു റിയാക്ഷൻ എന്നുള്ളത് കെമിക്കൽ റിയാക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താന്ന് പറയാം? കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറയാം. ഒന്നീ അവിടെ നിന്ന് ഒരു എനർജി ചേഞ്ച് ഉണ്ടാവണം, അതല്ലെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യണം? പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്യണം, അതല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ഗ്യാസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാസ് അവിടെ ഇവോൾവ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് വരണം. ഇങ്ങനെയൊക്കെ ഒരു റിയാക്ഷനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഉറപ്പിക്കാം അത് ഏത് റിയാക്ഷനാണ്? ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഒരു കെമിക്കൽ ചേഞ്ച് അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഫിസിക്കൽ ചേഞ്ചിന്റെയും കെമിക്കൽ ചേഞ്ചിന്റെയും കാര്യങ്ങളും. കെമിക്കൽ ചേഞ്ചിന്റെ 3 എക്സാമ്പിളും തന്നിട്ടുണ്ട്. 3 എക്സാമ്പിളിനകത്ത് എന്തൊക്കെ ചേഞ്ചാണ് അവിടെ വന്നതെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അപ്പൊ ഏകദേശമൊക്കെ ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇതിന്റെ ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു ലിങ്ക് താഴെ കൊടുത്തേക്കാം. ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവും. ഈ ചാപ്റ്ററിന്റെ ഡൗൺലോഡ് ആയി കിട്ടും. അതിനകത്ത് നോക്കിയാൽ ആദ്യം തന്നെ കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ എക്സ്പെരിമെന്റ് 3 എണ്ണമാണ് കൊടുത്തേക്കുന്നത്. ഇത് ഇത്രയൊന്നും നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു കെമിക്കൽ റിയാക്ഷൻസ് എഴുതുന്ന എങ്ങനെയാണ്, ബാലൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ്. ആ ഒരു സെഷൻ നമുക്ക് അവിടെ സ്കിപ്പ് ചെയ്യാം. കാരണം അത് ക്ലാസ്സിൽ ഇരുത്തി പറഞ്ഞ് ചെയ്ത് പഠിച്ചാലേ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. വെറുതെ അത് കൺഫ്യൂഷൻ അടിക്കണ്ട. അത് അവിടെ സ്കിപ്പ് ചെയ്തേക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത പോർഷൻ പഠിക്കാം. ടൈപ്സ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു സെഷൻ ഉണ്ട്. അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്